നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ മരുമകൾ വീടിനകത്തെ ഹാളിൽ കണ്ടത് നടുക്കുന്ന കാഴ്ച. വീടിൻ്റെ ഹാള് മുഴുവൻ രക്തം കെട്ടിക്കിടക്കുകയായിരുന്നു. അമ്മയുടെ മൃതദേഹത്തിൻ്റെ കയ്യിൽ അടക്കി പിടിച്ചിരിക്കുന്ന ചോറിൻ്റെ വറ്റ്, ചുറ്റും തളം കെട്ടിക്കിടക്കുന്ന രക്തം, മഞ്ഞൾപ്പൊടി വിതറി രക്ഷപ്പെട്ട പ്രതികൾ, മറിഞ്ഞുകിടക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ കസേര. അതിക്രൂരമായ കൊലപാതക വാർത്തയാണ് എറണാകുളം കോതമംഗലത്ത് നിന്നും പുറത്തു വരുന്നത്. എറണാകുളം കോതമംഗലത്ത് വയോധികയെ തലയ്ക്കടിച്ചു കൊന്നു. ഇന്നലെ ഉച്ചയ്ക്കാണ് 72-കാരിയായ സാറാമ്മയുടെ മൃതദേഹം തലയ്ക്കടിച്ചു പൊട്ടിയ നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30-നും 3:30-നും ഇടയിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. 72-കാരിയായ സാറാമ്മ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു കഴിഞ്ഞിരുന്നത്. ജോലി കഴിഞ്ഞ് 3:30-യോടെ തിരിച്ചെത്തിയ മരുമകളാണ് സാറാമ്മയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത്. തലയ്ക്ക് അടിയേറ്റ് പൊട്ടിയിരുന്നു. ഉച്ചയ്ക്ക് 1 മണിവരെ സാറാമ്മയെ വീടിന്റെ പരിസരത്ത് കണ്ടവരുണ്ട്. അതിനുശേഷമായിരിക്കും കൊലപാതകമെന്ന് സംശയിക്കുന്നു. ഇവരുടെ ദേഹത്തുണ്ടായിരുന്ന ഓർണമെന്റ്സ് നഷ്ടമായിട്ടുണ്ട്. മോഷണം തന്നെയാണ് കൊലപാതക കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീടിനുള്ളിലും മൃതദേഹത്തിന് ചുറ്റും മഞ്ഞൾ പൊടി വിതറിയിട്ടുണ്ടായിരുന്നു. കഴുത്ത് മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടേറ്റ് മുറിഞ്ഞ നിലയിലാണ്. തലയിലും മുറിവുണ്ട്. സമീപവാസികളായ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. മോഷണത്തിനു വേണ്ടി മുൻകൂട്ടി ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമെന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കേസിൽ 1-ലധികം പ്രതികളുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഉച്ച സമയത്ത് വീട്ടിൽ ആളുണ്ടാവില്ലെന്ന് പ്രതികൾ നേരത്തെ മനസ്സിലാക്കി. കൊലപാതകത്തിന് പിന്നിലും മോഷണം നടത്താൻ എത്തിയവർ തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രദേശത്തെ ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരാണ് പോലീസിന്റെ നിരീക്ഷണത്തിൽ. മൊബൈൽ ഫോൺ ടവർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൊല്ലപ്പെടുന്ന സമയത്ത് സാറാമ്മ 4 വളകളും സ്വർണ്ണമാലയും ധരിച്ചിരുന്നതായാണ് വിവരം. ഉന്നത പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. വീടിനകത്തെ ഹാളിലായിരുന്നു മൃതദേഹം കിടന്നത്. ചുറ്റും രക്തം തളം കെട്ടി കിടന്നിരുന്നു. തെളിവ് നശിപ്പിക്കാൻ മഞ്ഞൾപ്പൊടി വിതറിയ ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. ഉച്ചയ്ക്ക് 1 മണി വരെ വീടിന് മുൻവശത്ത് സാറാമ്മയെ പരിസരവാസികൾ കണ്ടിരുന്നു. റബ്ബർ തോട്ടത്തിന്റെ നടുവിലെ വീട്ടിൽ സാറാമ്മയും മകനും ഭാര്യയും മാത്രമാണ് താമസിച്ചിരുന്നത്. മകൻ എൽദോസും ഭാര്യ സിൽജുവും രാവിലെ വീട്ടിൽ നിന്ന് പോയ ശേഷം സാറാമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. എൽദോസ് ചേലാട് പള്ളിക്ക് കീഴിലെ ബസ് അനിയ പബ്ലിക് സ്കൂൾ ചെയർമാനും സിൽജു സ്കൂളിലെ അധ്യാപികയുമാണ്. സിൽജു വൈകിട്ട് 3:30-യോടെ വീട്ടിലെത്തിയപ്പോഴാണ് ഇത് കണ്ടത്. വയോധികയുടെ വലത് കൈയിൽ ചോറിന്റെ അംശം കണ്ടെത്തി. ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്രമികൾ എത്തിയത് എന്നാണ് നിഗമനം. വീടിനുള്ളിൽ മൽപ്പിടുത്തം നടന്ന ലക്ഷണവുമുണ്ട്. ഡൈനിങ് ടേബിളിന്റെ കസേര മറിഞ്ഞു കിടക്കുന്ന നിലയിലാണ്. കൊലപാതക ശേഷം പിൻവാതിലിലൂടെയാണ് ആക്രമി രക്ഷപ്പെട്ടതെന്നാണ് നിഗമനം. ഈ ഭാഗത്ത് മഞ്ഞൾപ്പൊടി വിതറിയിട്ടുണ്ട്. രാത്രി എത്തിയ പോലീസ് നായ കീരമ്പാറ കവല വരെ പോയി ഏറെ നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.